നമ്മുടെ ജീവിതമാർഗമാണ് സിനിമ. അതിനോട് മാക്സിമം കൂറ് പുലർത്തുന്നു. അതെന്നും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ഇവിടെ വരാണ്. അപ്പൊ ഇവിടെ എത്തിയപ്പോൾ അതിനൊരു വില ഞാൻ കൽപ്പിക്കുന്നുണ്ട്. ഒരിക്കലും എന്റെ ഒരു സ്വഭാവ ദൂഷ്യം കൊണ്ടോ എന്റെ ഒരു സമയനിഷ്ഠയില്ലായ്മ കൊണ്ടോ അച്ചടക്കമില്ലായ്മ കൊണ്ടോ ഈ മേഖലയിൽ നിന്ന് ഞാൻ മാറ്റപ്പെടരുതെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. മറ്റൊരാൾക്കൊരു ഹെഡേക്ക് ആകരുത്. കാരണം നിസ്സാരമല്ല സിനിമയിലെ സ്ഥാനം. ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് വന്നതാണ് ഏറ്റവും വലിയൊരു മാറ്റം. സ്പോട്ട് എഡിറ്റിങ് നമുക്ക് അപ്പം തന്നെ കാണാം. മനസ്സിൽ സിനിമയുള്ളവർക്കെല്ലാം സിനിമ എടുക്കാവുന്നുള്ളൊരു ഫോട്ടോഗ്രാഫിയിൽ വലിയ റെവല്യൂഷൻ ഉണ്ടായിരുന്നു. ഒരിക്കലും ഇത്രയും ക്യാമറമാരൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ കല്യാണം ഷൂട്ട് ചെയ്യുന്നവരും സീരിയൽ എടുത്തോണ്ടിരുന്നവരൊക്കെ എല്ലാവരും ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമറമാരെ. ആർട്ടിഫിഷ്യൽ തന്നെ, നാച്ചുറൽ തന്നെ. നമുക്ക് അരിയിട്ട് ചോറ് തിളച്ച് ആ ചോറ് കഴിക്കാനല്ലേ ഇഷ്ടം, അല്ല ആർട്ടിഫിഷ്യൽ ആയിട്ട് ചോറ് കിട്ടട്ടെ. ഇതൊക്കെ മാറി മറിഞ്ഞൊക്കെ വരും, ഓരോരുത്തരുടെ ടേസ്റ്റ് മാറും. എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ, ഞാൻ ഈ മേഖലയിലുള്ള കാലം വരെ ആർട്ടിഫിഷ്യൽ ഒന്നും വലിയ കണ്ടുപിടുത്തങ്ങളൊന്നും ഇവിടെ വരരുത്. അത്യാവശ്യം അരി മേടിച്ചു പോകാനുള്ള തെറ്റപ്പ് നമുക്ക് ഉണ്ടാകണം. ഇപ്പൊ ഞാൻ നല്ല കുട്ടിയാണ്. ഇപ്പൊ ഞാൻ മധുരം ഉപേക്ഷിച്ചു. പക്ഷെ പറയുമ്പോ തോന്നുന്നു നിങ്ങളവർക്കും 1 വർഷമായിരുന്നു, 2 ദിവസമായുള്ളൂ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഞാൻ നിർത്തിയിട്ടുള്ള ഒരു ദിശവലിയാണ് എനിക്കുണ്ട്, പുകവലി. നമുക്കറിയാം അപകടമാണെന്നറിയാം, പക്ഷെ എന്തോ ഒരു അഡിക്ഷൻ. ഞാനും ഡെയിലി രാത്രി കിടക്കുമ്പോൾ ആലോചിക്കും, നാളെ വലിക്കരുത്. ചിലപ്പോൾ ഒരു ഉച്ച വരെയൊക്കെ പിടിച്ചിരിക്കും. പെട്ടെന്ന് വേറൊരാൾ വലിക്കുന്നത് കാണുമ്പോഴും അല്ല നമ്മളറിയാം ഭയങ്കര അപകടമാണ്. പിന്നെ ഞാൻ ചില തെറ്റുകൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു, അറിയില്ല. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഓഫ് സ്ക്രിപ്റ്റിലേക്ക് സ്വാഗതം. നമ്മൾ സ്ക്രിപ്റ്റ് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ സിനിമയുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ലാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ ഇതിനു മുമ്പേ കണ്ടത് റിയാലിറ്റി ഷോയുടെ വേദിയിലല്ലേ? നമ്മള് കുറേ നാള് നമ്മളവിടെ ഒരു ഷോയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇരുന്നിട്ട് സംസാരം ആദ്യമായിട്ട്. അപ്പൊ ഈ സിനിമയുടെ പല ഫേസുകളിലൂടെ ഇങ്ങനെ കടന്നു വരുന്ന ഒരാളാണ്. ഇപ്പൊ അഭിനയത്തിലും വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ സിനിമയും ഇതിന്റെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചാൽ എന്താണ് ലൈഫ്? സിനിമ തിരക്കുകൾ മാറ്റി വെച്ച വീട്, നല്ല വീട്ടുകാരനാണ് ബേസിക്കലി. വീട്, വൈഫ്, കുട്ടികള്, പിന്നെ കൂട്ടുകാര്, റിലേറ്റീവ്സ്, നാട്ടുകാര്, പിന്നെ അടുത്ത സിനിമ ചെയ്യേണ്ട സിനിമകളുടെ പ്രവർത്തകര്. നമ്മുടെ തൊഴിലും ജീവിതവും കൂടെ ഒരേപോലെ കൊണ്ടുപോകും. കൂടുതലും ഇങ്ങനെ ഒരു ആളുകള് എപ്പോഴും ചുറ്റും ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ആളാണോ? ഇല്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അല്ല, ആളുകൾ ഉണ്ടാവണമെങ്കിൽ നമ്മളിപ്പം ഷൂട്ട് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഷൂട്ടിങ്ങിന് പോകുമ്പോ നമ്മൾ എന്താണോ നമ്മൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, കറങ്ങി തിരിഞ്ഞല്ല നമ്മുടെ ജീവിതമാർഗമാണ് സിനിമ. അപ്പൊ നമ്മള് ആ ജീവിതമാർഗം അതിനോട് മാക്സിമം കൂറ് പുലർത്തുന്നു. അതെന്നും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. പിന്നെ നമ്മളൊരു ഉത്തരവാദിത്തമുള്ള ഒരാളല്ലേ. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും പറയാറുള്ള ഒരു അച്ഛനാണ്, ഒരു ഭർത്താവാണ്, ഒരു ആങ്ങളെയാണ്, ഒരു അനിയനാണ്, ഒരു മരുമകനാണ്. അങ്ങനെ ഒരുപാട് കടമകൾ നമ്മൾ നിർവഹിക്കുന്നില്ലേ. അപ്പം അതൊക്കെ ഭംഗിയായിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്കൊരു നല്ല ജീവിതമാർഗം വേണ്ടേ. അപ്പൊ സിനിമ എനിക്ക് ഇഷ്ടമുള്ളൊരു തൊഴിലാണ്. അത് ചെയ്യുന്നതിന്റെ ഒരു ഹാപ്പിയുണ്ട്. നമ്മൾ ഇഷ്ടമുള്ള തൊഴിൽ മേഖലയിൽ ചെന്ന് പെട്ടതിന്റെയും അവിടെ ഇത്രയും വർഷമായിട്ട് നിലനിൽക്കുന്നതിന്റെയൊക്കെ ഒരു സന്തോഷവും നന്ദിയും ഒക്കെ ഉണ്ട്. ഇങ്ങനെ പോട്ടെ. അതെ അതെ. ഈ സിനിമയിൽ നിൽക്കുന്നത് പണ്ട് ഒരു സമയത്തെ കഴിഞ്ഞും ഇപ്പോഴത്തെ ഒരു സിനിമയുടെ മുഖം തന്നെ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു രണ്ടിലും ഒരേപോലെ, അല്ലെങ്കിൽ കുറെ നാളായിട്ട് ആ ചേഞ്ചസ് ഒക്കെ കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഇപ്പോഴത്തെ ആ ഒരു മാറ്റം, അത് വലിയൊരു ഒരു തിരക്ക് മാറ്റം, അതിനെങ്ങനെയാ നോക്കി കാണുന്നത്? എങ്ങനെ എന്റെ ജീവിതത്തിൽ ഉണ്ടായ തിരക്കോ? അല്ല, മൊത്തത്തില് സിനിമയുടെ മുഖം ഒന്ന് മാറിയിട്ടുണ്ടല്ലോ, ഒരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുണ്ട്, അങ്ങനെ തോന്നുന്നുണ്ട്. ഇല്ല, ഓരോ കാലത്തും ഓരോ മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ടല്ലോ. ഇപ്പൊ മെയിനായിട്ടും ഉള്ള മാറ്റം നമ്മുടെ ടെക്നോളജിയിൽ തന്നെ ഉണ്ടായ മാറ്റം. ഫിലിമിൽ നിന്ന് ഈ ഡിജിറ്റലിലേക്ക് വന്നതാണ് ഏറ്റവും വലിയൊരു മാറ്റം. ഡിജിറ്റലിലേക്ക്, ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ ഒരുപാട് ആളുകൾ, ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പം സ്പോട്ട് എഡിറ്റിങ്, അതുപോലെ തന്നെ നമുക്ക് അപ്പം തന്നെ കാണാം. അപ്പം എന്തെങ്കിലും അത്യാവശ്യം മനസ്സിൽ സിനിമയുള്ളവർക്കെല്ലാം സിനിമ എടുക്കാവുന്നുള്ളൊരു കാര്യം വന്നു. ഈസിയായി ഈ മീഡിയ. മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കൃത്യമായ രീതിക്ക് ധാരണയോടുകൂടി മാത്രമേ ഒരു ക്രാഫ്റ്റ് ഉണ്ടാകുക എന്ന് പറയില്ല. ഒരു സിനിമ ഇങ്ങനെ മേക്ക് ചെയ്യാം എന്നുള്ളൊരു ധാരണ നമ്മൾ മനസ്സിലാക്കിയെടുത്തതിന് ശേഷം വേണം സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങാൻ. അങ്ങനെ ഇറങ്ങിയാലേ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ വന്നവരാണ് നമ്മളൊക്കെ. അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഒരു നിർമ്മാതാവിനെ കിട്ടുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരുവിധം മനസ്സിൽ സിനിമയുള്ളവർക്ക് സിനിമ എടുക്കാം. അങ്ങനെ സിനിമ എടുത്ത് തെളിയിക്കുന്ന ആളുകളുമുണ്ട്. ചിലപ്പോ ചില മണ്ടത്തരങ്ങൾ സംഭവിക്കാമെങ്കിലും
മനസ്സിൽ കൃത്യമായ രീതിയിൽ ഞാൻ അങ്ങനത്തെ സംവിധായകരുടെ പടങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്. വളരെ പ്രതിഭാശാലികളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ നമുക്ക് അതാണ് അവരാണ് സിനിമ ശരിക്കും മനസ്സിൽ കാണുന്നവർ. അപ്പൊ അതിന് സഹായിച്ചത് ഈ ഡിജിറ്റലാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും സംവിധായകരും ക്യാമറാമാരും, പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫിയിൽ വലിയ റെവല്യൂഷൻ ഉണ്ടായിരുന്നു. ഒരിക്കലും ഇത്രയും ക്യാമറാമാരൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ കല്യാണം ഷൂട്ട് ചെയ്യുന്നവരും സീരിയൽ എടുത്തോണ്ടിരുന്നവരൊക്കെ എല്ലാവരും ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമറാമാരായിരുന്നു. ഇപ്പൊ AI വന്നു. ഇപ്പൊ ഒരു ആർട്ടിസ്റ്റിന്റെ മുഖമോ ശബ്ദമോ എന്ത് വേണമെങ്കിലും വീണ്ടും അല്ലെ ആളുടെ പ്രസൻസ് ഇല്ലാതെ തന്നെ ചിത്രീകരിക്കാവുന്ന ഒരു കാലത്തിലേക്ക് ഇപ്പോ അപാരമായിട്ടുള്ള സാധ്യതകൾ എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ആർട്ടിസ്റ്റുകളെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇതുവരെ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ അത്ര അങ്ങോട്ടൊരു നമുക്ക് ആ ഒരു എന്നാ പറയണ്ടേ, എന്നെ ഉപ്പോളം വരും ഉപ്പിലിട്ടെന്ന് ചോദിക്കുന്ന പോലെ ഏതാ എന്ന് പറയുന്ന ഒരു കുഴപ്പമില്ല എന്ന് തോന്നാറുണ്ട് ഇതുവരെ ഉള്ളത്. നാളെ എങ്ങനെ ആകുമെന്ന് പറയാൻ പറ്റില്ല. നാളെ ചിലപ്പം ഇതിലും പക്ഷെ എന്തായാലും ആർട്ടിഫിഷ്യൽ തന്നെയാണ്, നാച്ചുറൽ തന്നെയാണ്. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞ സാധനം ആ കൃത്രിമത്വം എപ്പോഴും ഉണ്ടാവും. നാച്ചുറൽ തന്നെ എപ്പോഴും ഒരു സന്തോഷം. ഇപ്പൊ നമുക്ക് ചോറെന്ന സാധനം നമുക്ക് അരിയിട്ട് ചോറ് തിളച്ച് ആ ചോറ് കഴിക്കാനല്ലേ ഇഷ്ടം, അല്ല ആർട്ടിഫിഷ്യലായിട്ട് ചോറ് കിട്ടട്ടെ അങ്ങനെ സംഭവിച്ചാൽ പോലും കഴിക്കണോ എന്നൊരു പേടി വരുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ. പിന്നെ ഇതൊക്കെ മാറിയും മറിഞ്ഞൊക്കെ വരും, ഓരോരുത്തരുടെ ടേസ്റ്റ് മാറും. ഒന്നും നമ്മുടെ കയ്യിലില്ല. എന്തായാലും എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ, ഞാൻ ഈ മേഖലയിലുള്ള കാലം വരെ ആർട്ടിഫിഷ്യലൊന്നും വലിയ കണ്ടുപിടുത്തങ്ങളൊന്നും ഇവിടെ വരരുത്. അത്യാവശ്യം അരി മേടിച്ചു പോകാനുള്ള തെറ്റപ്പ് നമുക്ക് ഉണ്ടാകണം എന്നുള്ളൂ. എല്ലാ കാലത്തും സിനിമ പഠിച്ചോണ്ടിരിക്കാൻ ഇഷ്ടമുള്ളൊരു ആളാണ്. പുതിയ കാര്യങ്ങളെ കുറിച്ച് അങ്ങനെ പഠിക്കാറുണ്ടോ? അങ്ങനെ പഠിത്തന്നെ നമ്മളിപ്പോ മെയിനായിട്ട് ഇപ്പൊ നമ്മളിപ്പോ അങ്ങനെ ആൾക്കാരെ ഒബ്സർവ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു റോള് കിട്ടുമ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ആലോചിക്കാറുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള വല്ലവരുമായിട്ട് ഈ റോളിന് സാമ്യമുണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ട്. അതിനൊരു എന്തെങ്കിലും മാനർസം കൊടുക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കാറുണ്ട്. അത് സംവിധായകന്റെ പൂർണ്ണമായ ഇഷ്ടത്തിനും അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാനാണ് എനിക്കിഷ്ടം. ചിലർ നല്ല ചേട്ടാ അങ്ങനെ ചേട്ടാന്ന് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ചിലർ അവർ തന്നെ ഒരു ധാരണ അവർക്കുണ്ടാവും, ചേട്ടാ ഇങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു എങ്ങോട്ടൊഴിക്കാലും ഒഴുകേണ്ട ഒരു വെള്ളമാണ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞത്. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഭരണിയിലോ കുപ്പിയിലോ എങ്ങോട്ട് വേണേലും ഞാൻ റെഡി. ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ലൈഫിൽ ത്രൂ ഔട്ട് ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഫ്ലെക്സിബിൾ ആണോ? എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഫ്ലെക്സിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ നമ്മള് മക്കൾ നന്നായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കും, അല്ല പഠിത്തത്തിൽ എന്തെങ്കിലും തോന്നുന്നു നമുക്ക്, അപ്പം കുഴപ്പമില്ല നിങ്ങൾ പഠിക്കണ്ട എന്ന് പറയാൻ പറ്റില്ല. അവരെ പഠിപ്പിക്കുന്നതാണല്ലോ നമ്മള്. അവർ പഠിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അപ്പൊ അവിടെ ഞാൻ അവർ പഠിച്ചില്ലെന്ന് ഞാൻ ഫ്ലെക്സിബിൾ ആവില്ല. പഠിപ്പിക്കാൻ ശ്രമിക്കും, പഠിപ്പിക്കേണ്ട അവരെ ബോധ്യമാക്കി കൊടുക്കും. അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അങ്ങനെ എല്ലാത്തിനും ഫ്ലെക്സിബിൾ ആയിട്ടൊന്നും ഒരു മനുഷ്യ ഈ ലോകത്തുണ്ടെന്ന് തോന്നുന്നില്ല. ഭക്ഷണ കാര്യത്തിൽ എങ്ങനെയാ? പ്രത്യേക ഇഷ്ടങ്ങൾ? എനിക്ക് ഭക്ഷണം ഭയങ്കര ഇതാണ്. ഞാൻ പറഞ്ഞില്ല, ഉള്ളത് വളരെ ടേസ്റ്റ് ആയിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ ടേസ്റ്റ് ഉള്ളതാണെങ്കിലും ഞാൻ അങ്ങനെ കഴിക്കുകയുള്ളൂ. ഈ തടി ഇരിക്കുന്ന വെച്ചാൽ തൈറോയിഡൊക്കെ ഉള്ളതുകൊണ്ട് തടി നല്ലത് കഴിച്ചിട്ടൊന്നുമല്ല. പക്ഷെ എനിക്ക് നല്ല വീട്ടിലും ദൈവത്തിന്റെ ഇറവുകൊണ്ട് അമ്മച്ചിയുടെ കാലത്ത് നല്ല ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. വൈഫ് നന്നായിട്ട് പാചകം ചെയ്യും, പെങ്ങന്മാര് നന്നായിട്ട് പാചകം ചെയ്യും, അമ്മായിമ്മ നന്നായിട്ട് പാചകം ചെയ്യും. എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരൊക്കെ നല്ലതായിട്ട് പാചകം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കാനുള്ള യോഗം എനിക്കുണ്ട്. പാചകം ചെയ്തു നോക്കാറുണ്ടോ? പാചകം ചെയ്യാറുണ്ട്. പാചകം എനിക്ക് ഇഷ്ടമാണ്. ഞാൻ നന്നായിട്ട് മട്ടൺ വെക്കും, ബീഫ് വെക്കും, ചിക്കൻ വെക്കും, താറാവ് വെക്കും, അതുപോലെ മീൻകറി നന്നായിട്ട് വെക്കും. നോൺ നന്നായിട്ട് ഞാൻ ചെയ്യും. അപ്പൊ വീട്ടില് ഒരു ദിവസം വെറുതെ ഒരു ഓഫ് ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? എന്നെ അടുക്കളയിൽ കയറ്റാറില്ല. കാരണം ഒന്ന് ഞാൻ വെക്കുന്ന കാര്യങ്ങൾ നന്നായി പോയാലോ, ഞാൻ ഒരു സ്വീറ്റ് മേക്കർ ആയാൽ ചിലപ്പം ഇപ്പം ഹിറ്റ് ചെയ്തോണ്ടിരിക്കുന്നവർക്ക് വിഷമമാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒന്ന്. പിന്നെ നമ്മള് എപ്പോഴും ഞാൻ കൂടെ ഒരാൾ നിൽക്കണം, എനിക്ക് അരിഞ്ഞു തരാനും എല്ലാത്തിനും. അപ്പൊ അങ്ങനെ അവള് പറയുന്നത് അങ്ങനെയാണ്, പിന്നെ എല്ലാം ഞാൻ തന്നെ ചെയ്താൽ പോരെ. അതൊന്നുമില്ല, നിങ്ങൾ നിങ്ങൾ ചെയ്യാമെങ്കിൽ. പക്ഷെ അതെനിക്ക് മടിയോ, ആരെങ്കിലും കൂടെ വേണം. എപ്പോഴും കുടുംബത്തെ കുറിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു അച്ഛനെ, ഭർത്താവിനെ ആ റോളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പേരന്റിങ് ആണെങ്കിൽ ഇപ്പം ലോകം കംപ്ലീറ്റ് അതിനെക്കുറിച്ച് വളരെ ആശങ്കയോടെ ഒക്കെ സംസാരിക്കുന്ന ഒരു കാലം. അപ്പൊ ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് അത്തരത്തിലുള്ള ആശങ്കകൾ എങ്ങനെയാ മക്കളോട് ഷെയർ ചെയ്യാറുള്ളത്? വേൾഡ് ഭയങ്കരമായിട്ട് മാറാണ്, ഒട്ടും എളുപ്പം. ഞാനിപ്പോ ഇപ്പം മക്കളോട് അങ്ങനല്ല. നമ്മളിപ്പോ സ്വാഭാവികമായിട്ടും ഞാൻ മക്കൾക്ക് എന്നാ ഇപ്പൊ ഞാൻ വ്യക്തി, മക്കൾ പഠിക്കുന്നു, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അവര് എന്നോട് വിശ്വസ്തത കാണിക്കുന്നുണ്ട്, ഒരിക്കലും എന്നെ പറ്റിക്കുന്നില്ല, നല്ല റിസൾട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം അതൊരു ഭാഗ്യവും ദൈവാനുഗ്രഹമാണ്. അപ്പോ നമ്മളെന്താ അവർക്ക് അങ്ങനെ ഒരു ഓവർ സ്ട്രെസ് ഒന്നും കൊടുക്കാറില്ല. അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നൊരു തോന്നലുണ്ടാക്കാറുണ്ട്. നാളെ നിങ്ങൾ ഞങ്ങൾക്ക് താങ്ങും തണലും ആകേണ്ടവരാണ് എന്നുള്ളൊരു ബോധ്യം
ഞാൻ എൻ്റെ പേരൻസിനെ കണ്ട പോലെ അവരെന്നെ കാണണമെന്ന് എനിക്ക് നമ്മളങ്ങനെ സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കുമല്ലോ. ആഗ്രഹമുണ്ട് അങ്ങനെ. അങ്ങനെയുള്ള നമ്മളൊരു മാനുഷികമായ മര്യാദകൾ, നമ്മൾ ചെയ്യേണ്ട കടമകൾ, ഇതൊക്കെ ഓർമ്മപ്പെടുത്താറുണ്ട്. അത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഓർമ്മപ്പെടുത്താറുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അതെ അതെ. ഈ ഡിജിറ്റൽ വേൾഡ് നമ്മൾ ഒരുപാട് സമയം കളയുന്ന ഒരു കാലമാണല്ലോ. അങ്ങനെ ഫോണിലധികം സ്ക്രോൾ ചെയ്യുന്ന അങ്ങനത്തെ ശീലങ്ങളുണ്ടോ? ഞാൻ വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും സത്യത്തിൽ എനിക്കറിയില്ല. അപ്പൊ അത് ഞാൻ ഫേസ്ബുക്ക് നോക്കുന്ന ഒരു പയ്യനാണ്. ഇൻസ്റ്റാ ഞാൻ മോളോടോ വല്ലോ മോളേടി ഒന്ന് ചിലവന്മാർ വന്നിട്ട് പറയും ടാഗ് ചെയ്യാൻ, പിന്നെ വേറൊരു വാക്കുണ്ടല്ലോ കൊളാം. അപ്പൊ നമുക്കൊരു പിടിയില്ല. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് അതിനുള്ളൊരു ക്ഷമയില്ല. ഒന്ന്, പിന്നെ പഠിച്ചാലും അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ കുരിശൊന്നും ഇല്ലാതിരുന്നാൽ ജീവിതത്തിലെ വലിയൊരു സമയമാണ് കിട്ടുന്നത്. പക്ഷെ ഞാൻ ഈ മറ്റേ യൂട്യൂബിലേക്ക് വരുന്ന ഈ ഇതൊക്കെ ഇല്ല, നമ്മള് ഇൻസ്റ്റാഗ്രാം, അങ്ങനെ അത് ഇരുന്നിങ്ങനെ മാറ്റി മാറ്റി കാണും. അപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കും രജനീകാന്തിന്റെ ഇപ്പം രജന സാറിന്റെ പടങ്ങൾ, പഴയ പ്രസംഗം. അപ്പൊ നമ്മൾ പറയുമോതിരുന്ന് മുഴുവൻ ഇരുന്ന് കണ്ടു. ചിലപ്പോ കണ്ടത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യപ്പെടും. യേശുദാസിന്റെ പാട്ട്, ദാസന്റെ പാട്ട് വരും, ഇളയരാജ സാറിന്റെ പാട്ട് വരും, SPBയുടെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇപ്പം രാജ സാറും ദാസൻ സാറുമായിട്ട് പാട്ട് പാടുന്നു, പുള്ളി ഇടയ്ക്ക് ശ്രുതി മാറ്റി പാടുന്നു. അപ്പം പിന്നെ തിരിച്ച ഇതൊക്കെ ഞാൻ 30 പ്രാവശ്യം കണ്ടതാ. എന്നാലും പിന്നെ വന്നപ്പോ ഒന്നര കണ്ടേക്കാം. അങ്ങനെ കുറെ സമയം പോവും. പിന്നെ പെട്ടെന്ന് വിചാരിക്കും അയ്യോ എന്തിനാ വെറുതെ ഓഫ് ചെയ്യും. പിന്നെ എപ്പോഴെങ്കിലും കാണും, അത്രേ ഉള്ളൂ. അഡിക്റ്റ് ഒന്നല്ല. ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ആളാണ്, എല്ലാ മനുഷ്യരെയും പോലെ തന്നെ. എന്നാലും ജോൺ ചേട്ടൻ സെറ്റിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഉറക്കം അങ്ങോട്ട് ശരിയായില്ലെന്നുണ്ടെങ്കിൽ ആകെ എനിക്ക് എന്തായാലും പോയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് പോലെ ഉറക്കള നന്നായിട്ട് ശീലിച്ച ഒരാളാണ്. പണ്ട് ഈ കലാപരിപാടികൾക്ക് കാണാൻ പോയി സെക്കൻഡ് ഷോ സിനിമകളാണ് ഞാൻ കൂടുതലും പണ്ട് പോലെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഉറക്കളിച്ച് നല്ല ശീലം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ നമ്മൾ ഉറക്കളിച്ചാൽ അത് പിറ്റേ ദിവസം വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ബാലൻസ് ചെയ്യുമായിരുന്നു, പകൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇപ്പൊ ചിലപ്പോൾ അത് സാധിക്കാറില്ല. എന്നാലും ഉണ്ടെങ്കിൽ യാത്രയിലിരുന്ന് ഞാൻ ഉറങ്ങും. ഏറ്റവും എനിക്ക് ഇഷ്ടം യാത്രയിൽ ഇറങ്ങാൻ. ഇപ്പൊ ഇവിടുന്ന് ചങ്ങനാശ്ശേരിക്ക് പോവുകയാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് മിക്കവാറും ഉണരുന്നത് ചിലപ്പോൾ കുമരകത്തൊക്കെ ചെല്ലുമ്പോഴായിരിക്കും. അത്ര നന്നായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അങ്ങനെ ഇപ്പൊ നമ്മള് കേരള മുഖ്യമന്ത്രി ഒന്നും അല്ലല്ലോ. ആരോഗ്യം പൊതുവെ ശ്രദ്ധിക്കുന്ന ആളാണ്. അല്ല, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇച്ചിരി കുറവിലാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ചിലപ്പോൾ ചില ബോധോദയം ഉണ്ടായിട്ട് കുറച്ച് നാൾ നല്ല കുട്ടിയാവും. പിന്നെ ഇപ്പൊ ഞാൻ നല്ല കുട്ടിയാണ്. ഇപ്പൊ ഞാൻ മധുരം ഉപേക്ഷിച്ചു. പക്ഷെ പറയുമ്പോ തോന്നുന്നു നിങ്ങളവർക്കും 1 വർഷമായിരുന്നു, 2 ദിവസമായുള്ളൂ എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ഞാൻ കുറച്ചുനാള് കീപ്പ് ചെയ്യും. ഇനി പറഞ്ഞ പോലെ എനിക്കിപ്പം 2-3 യാത്രകൾ വരുന്നു, 3-4 പടങ്ങൾ അടുപ്പിച്ച് വരുന്നു. അപ്പൊ എനിക്ക് മൊത്തത്തിൽ ഒന്ന് സൂക്ഷിക്കണം. അതുകൊണ്ട് ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് എപ്പോഴും ഒരു പറച്ചിലുണ്ടാവാറുണ്ടോ, ശ്രദ്ധിക്കണം അങ്ങനെ പറയുന്ന? പിന്നെ വീട്ടുകാർ ഇപ്പോഴും പറയില്ലേ, നമ്മൾ ഈ പറഞ്ഞ പോലെ എന്നിൽ നിന്ന് എനിക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു ശീലമായിരുന്ന ഒരുപാട് പ്രാവശ്യം മറ്റേ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഞാൻ നിർത്തിയിട്ടുള്ള ഒരു ദിശയിലാണ് എനിക്കുണ്ട്, പുകവലി. ഈ പ്രാവശ്യം ബർത്ത്ഡേ വന്നപ്പോൾ ഞാൻ നിർത്തിയതാ. പിന്നെയും തുടങ്ങും, പിന്നെയും നിർത്തും. നമുക്കറിയാം അപകടമാണെന്നറിയാം, പക്ഷെ എന്തോ ഒരു അഡിക്ഷൻ. അപ്പൊ അത് വീട്ടുകാർ ഭയങ്കര എതിരാണ്. ഞാനും ഡെയിലി രാത്രി കിടക്കുമ്പോൾ ആലോചിക്കും നാളെ വലിക്കരുത്. ചിലപ്പോൾ ഒരു ഉച്ചവരെയൊക്കെ പിടിച്ച് നിൽക്കും. പെട്ടെന്ന് വേറൊരാൾ വലിക്കുന്നത് കാണുമ്പോഴോ അല്ല നമ്മളറിയാം ഭയങ്കര അപകടമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അധികം കാലം എനിക്ക് ആ വലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു മൂമെന്റിൽ ഞാൻ നിർത്തിയേ പറ്റുള്ളൂ. അപ്പം വേറൊരു എന്തെങ്കിലും വന്ന് നിർത്തുന്നതിൽ നല്ലത് നമ്മളായിട്ട് തന്നെ നിർത്തുന്നതാണല്ലോ എന്നുള്ളൊരു ബോധ്യവും ഉണ്ട്. പിന്നെ ഞാൻ ചില തെറ്റുകൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു, അറിയില്ല. ഈ സിനിമയുടെ ലോകത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു പാഠം എന്തായിരിക്കും? എന്താ ലൈഫിലേക്ക് എടുത്തിട്ടുള്ള ലെസൺ? സിനിമയുടെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. ഒരുപാടെന്ന് പറഞ്ഞാൽ എനിക്കറിയാം ആ കാലത്തൊക്കെ ഒത്തിരി ആഗ്രഹിച്ചാൽ പോലും എത്താൻ പറ്റാത്തൊരു മേഖലയായിരുന്നു സിനിമ. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ഇവിടെ വരാനാണ്. അപ്പൊ ഇവിടെ എത്തിയപ്പോൾ അതിനൊരു വില ഞാൻ കൽപ്പിക്കുന്നുണ്ട്. ഒരിക്കലും എൻ്റെ ഒരു സ്വഭാവ ദൂഷ്യം കൊണ്ടോ എൻ്റെ ഒരു സമയനിഷ്ഠയില്ലായ്മ കൊണ്ടോ അച്ചടക്കമില്ലായ്മ കൊണ്ടോ ഈ മേഖലയിൽ ഞാനായിട്ടൊരു കുഴപ്പം കൊണ്ട് ഈ മേഖലയിൽ നിന്ന് ഞാൻ മാറ്റപ്പെടരുതെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. മറ്റൊരാൾക്കൊരു ഹെഡേക്ക് ആകരുത്, ഒരു തരത്തിലും അയാളൊരു തലവേദന കേസാന്ന് പറയേണ്ട ഒരവസ്ഥ എനിക്കുണ്ടാകരുത് എന്നും. നമ്മളെ വിളിക്കുന്നവർക്ക്, നമുക്ക് ചോറ് തരുന്നവർക്ക് അച്ചടക്കമുള്ള, അവരെ അനുസരിക്കുന്ന ഒരാളായിട്ട് ബിഹേവ് ചെയ്യണം. എന്തെങ്കിലും മനസ്സിൽ ദേഷ്യം തോന്നിയാൽ പോലും അത് പുറത്ത് എനിക്ക് അടക്കി നിർത്തിയിട്ട് അവർക്കൊപ്പം നിൽക്കാൻ എനിക്ക് സാധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. കാരണം നിസ്സാരമല്ല സിനിമയിലെത്താൻ. അതെ. എങ്ങനെയാ ഇപ്പൊ നമുക്കൊരു സങ്കടം വന്നാല് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ അതിൽ നിന്ന് തിരിച്ചു വരാൻ എന്താ ചെയ്യാറുള്ളത്?
ആരോടെങ്കിലും സംസാരിച്ചിട്ടാണോ അതോ സങ്കടങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണോ? ഈ പറഞ്ഞ പോലെ എത്ര സങ്കടം വന്നാലും ഇപ്പം നമ്മുടെ അപ്പനും അമ്മയും മരിച്ച് കുറെ നാൾ നമ്മൾ ഇരുന്ന് കരയും. അവരുടെ ഓർമ്മ ദിവസം വരുമ്പോൾ പിന്നെ ഓർക്കുമ്പോൾ കരയും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറക്കും. കാലം നമ്മളെല്ലാം അതിനുള്ള ഓർമ്മ മറവിയും കാലമൊക്കെ ഉള്ളത് അതങ്ങ് രാജുവിനെ അങ്ങ് മറക്കും. പിണക്കം നമ്മൾ മറക്കാറില്ലേ? ഇപ്പൊ പിണങ്ങി പിന്നെ നമ്മൾ ചൂടായിട്ട് ചിലപ്പോൾ തോർക്കാറില്ല. നമ്മൾ അത്ര ചൂടാണ്ടായിരുന്നു, ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നാറ്. പിന്നീട് അവരൊന്ന് വിളിച്ചിരുന്നെങ്കിൽ അല്ലെ അവരോടൊന്ന് പിന്നെ നമ്മൾ അവരുമായിട്ടൊന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു ആശ്വാസമാകുന്നത്. അവളത്ര കാര്യമാക്കിയിട്ടില്ല. അല്ലെ വൈഫാണെങ്കിൽ പോലും അല്ലെങ്കിൽ അതിന്റെ കൂട്ടുകാരനാണെങ്കിൽ അവനത്രയും കാര്യമാക്കിയിട്ടില്ല, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ആശ്വസിക്കാറില്ലേ? അതെ അതെ. അതുകൊണ്ട് സമയത്തിന് വിട്ടുകൊടുക്കായിരിക്കും. അങ്ങനെയാണോ? സങ്കടങ്ങളൊക്കെ നമ്മൾ അല്ലാതെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോ ഒരാള് മിസ്സായി നമ്മളെ ജീവിതത്തിൽ, നമുക്ക് എങ്ങനെ അത് സത്യമാണ്, അതിനോട് പൊരുത്തപ്പെടണം. എന്നാലും നമ്മൾ കരയും, അവരെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളെ സങ്കടപ്പെടുത്തും. പിന്നെ ഇതാണ് അവർക്ക് വേണ്ടി ഇപ്പൊ അവരുടെ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കെയർ ചെയ്യുക, അവരെ നമ്മൾ അന്വേഷിക്കുക, അങ്ങനെ അവരെ എന്തെങ്കിലും ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യാനും നടത്തി കൊടുക്കാനും ശ്രമിക്കുക. അതേ ചെയ്യാൻ പറ്റും. യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണോ? സ്വയമായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. എനിക്ക് വലിയ കഠിന യാത്രകളോട് വലിയ താല്പര്യം. ഞാൻ ഈ ഷൂട്ടിംഗ് സംബന്ധമായിട്ട് ഞാൻ ഏറ്റവും കൂടുതലൊരു കഠിന യാത്ര ചെയ്ത് നമ്മൾ തിരുമാലി എന്ന് പറഞ്ഞ പടത്തിന് കാഠ്മണ്ഡു, പൊക്കാറ, ജോംസം ഒക്കെ 13 ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രയായിരുന്നു. അപ്പൊ അത് പോകുമ്പോൾ നമുക്ക് തോന്നി തിരിച്ചു വരാൻ പറ്റുമോന്ന് വരെ, കാരണം ലാൻഡ് സ്ലൈഡിങ് ഒക്കെ ഉള്ള സമയമായിരുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര പേടി തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പൊ നമ്മൾ ഓർത്തിട്ടുണ്ട് ഇനി ഇങ്ങനത്തെ പരിപാടികൾ വേണ്ട. ആരോഗ്യം അനുവദിക്കുന്ന യാത്രകളോടാണ് എനിക്കിഷ്ടം. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ഒരു കുന്ന് കയറണം, അതിന് നമ്മുടെ ആരോഗ്യം അനുവദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് താഴെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയോട് നമുക്ക് താല്പര്യമില്ല. അപ്പോൾ നമുക്ക് പറ്റാവുന്ന സ്ഥലത്ത് പോകും, വയ്യാത്ത പട്ടി കയ്യാലെ കയറി എന്ന് പറയുന്ന പോലെ. ഓക്കെ. ഏറ്റവും ഇഷ്ടമുള്ള ഡ്രിങ്ക് എന്താ? ചായ ആണോ, കാപ്പിയാണോ, അതോ വെറുതെ വെള്ളം കുടിക്കാനാണോ? എന്താ ഇഷ്ടം? ഡ്രിങ്ക് എനിക്ക് കടുങ്കാപ്പി ഭയങ്കര ഇഷ്ടമാണ്, ബ്ലാക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്. പണ്ടോട്ടുള്ള ശീലമാണ്. പിന്നെ വീട്ടിലെപ്പോഴും ചക്കരക്കാപ്പി ആയിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ. ചക്കരക്കാപ്പി വീട്ടിൽ പൊടിക്കുന്ന പൊടി, ഉലുവയും ഒക്കെ ഇട്ടുള്ള കാപ്പിപ്പൊടിയൊക്കെ ഇട്ടുള്ള പൊടി നല്ലതായിരുന്നു. അന്നത്തെ പണ്ടത്തെ ജോണി ആന്റണി അല്ലെങ്കിൽ കുട്ടിയായിരുന്ന ജോണി ആന്റണിയുടെ അവിടുന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരു വാല്യൂ എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു വിശ്വാസം? കുഞ്ഞുനാള് മുതലുള്ള ദൈവവിശ്വാസമായിരിക്കും. ഓക്കെ. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ദൈവം നടത്തിക്കോളൂന്നൊരു വിശ്വാസമുണ്ട്. എനിക്ക് നേരത്തെ പലവട്ടം ജോൺസന്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളപ്പോഴൊക്കെ ചെറിയ കോൺവെർസേഷനിലാണെങ്കിലും അല്ലെങ്കിൽ താങ്കൾ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ ഒരു റൂട്ടഡ് ആയിട്ടുള്ള ബിലീഫ് ഉണ്ടെന്നുള്ള നമ്മൾ തന്നെ സ്വയം അറിയാതെ നമുക്ക് ഉണ്ട് നമ്മൾ ഒറ്റയ്ക്ക് എന്നുള്ളത്. അല്ലാതെ നമുക്ക് എന്ത് ധൈര്യം? അതേ ഉള്ളൊരു ധൈര്യം. അങ്ങനെ ഒരു ധൈര്യമുള്ള വലിയൊരു കോൺഫിഡൻസ് അല്ലേ? കൃത്യമായിട്ട് ഇതുപോലെ റിച്വൽസ് ഒക്കെ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കാം? പള്ളി ഞാൻ സമയം കിട്ടുമ്പോൾ ഇപ്പൊ ഞായറാഴ്ചയൊക്കെ വീട്ടിലുണ്ട്, കുർബാനയ്ക്ക് പോകാറുണ്ട്. പിന്നെ ഇട ദിവസമൊക്കെ ഇപ്പോൾ ഇവിടെ പള്ളി ഇവിടെ വഴക്കലയിലുണ്ട്, ഞാൻ വഴക്കല പള്ളി ഞായറാഴ്ച ഫ്രീ ആണെങ്കിൽ വൈകിട്ട് കുർബാന കാണാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് ഇപ്പൊ നമ്മുടെ പർട്ടിക്കുലർ നമ്മുടെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പം ആരായാലും അമ്പലത്തിൽ പോകുന്നവരായാലും ഇപ്പൊ മമ്മൂക്കൊക്കെ 5 നേരം നിസ്കരിക്കുന്നത്, ഉച്ചയ്ക്ക് പുള്ളി നിസ്കാര സമയമ്പോ അന്ന് ഇറങ്ങി ഞാൻ നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ പായെടുത്തോണ്ട് അങ്ങോട്ട് നീക്കും. വെള്ളിയാഴ്ച പുള്ളി പള്ളിയിൽ പോകാൻ കാണിക്കുന്ന ഉത്സാഹം കാണുമ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരോട് നമുക്കൊരു പ്രാർത്ഥിക്കുന്നവര് ഭയങ്കര ഹ്യൂമൻ ഒരു ദൈവത്തെ പേടിയുള്ളവർക്ക് മനുഷ്യനെയും ഈ വ്യവസ്ഥിതി ചെയ്തികളെയും ഒക്കെ പേടിയുണ്ടാവുമല്ലോ. അപ്പൊ നല്ലവരായിരിക്കും അവര്. എന്ന് പറഞ്ഞ് യുക്തിവാദികൾ മോശക്കാരാന്നല്ല, നാളെ അവരെന്റെ പുറത്ത് കുതിര കയറാൻ വരരുത്. എല്ലാവരിലും ഉണ്ട് നന്മയുള്ളവര്. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മുടെ ലൈഫ് കണ്ടിട്ട് ഇതിന് ഈ ഒരു കാര്യം കുട്ടികൾ ഇതേപോലെ പകർത്തിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു കാര്യം എന്താ? എന്നെ കണ്ടിട്ട് പകർത്താൻ, അല്ലെങ്കിൽ ഇപ്പം മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആവാം, ജീവിച്ച രീതികളാവാം, ചിലപ്പോ പണം കൈകാര്യം ചെയ്യുന്ന രീതി ആവാം, ശീലം, എന്തെങ്കിലും ഇതേപോലെ കുട്ടികൾക്ക് കിട്ടിയ നമ്മളിപ്പം മാതാപിതാക്കളോടും സഹോദരങ്ങളോടും മറ്റുള്ളവരോടും കാണിക്കുന്ന ഒരു സ്നേഹവും പെരുമാറ്റവും ഒരു ആതിഥ്യ മര്യാദയൊക്കെ ഇല്ലേ, അത് അവരും കാണിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതൊട്ടും കുറയാൻ പാടില്ല. അത് വലിയ കാര്യം. അത് നമ്മളിപ്പോ ഒരു ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന കെയർ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്നവരിൽ നിന്ന് കിട്ടില്ല, പക്ഷെ ഒരു പരിചയമില്ലാത്ത ആളുകളിൽ നമുക്ക് കിട്ടും. എന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി അല്ല ഇതൊന്നും ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ പോലും നമ്മൾ അത് ചെയ്യണം. അത് നമ്മുടെ ഒരു കടമയാണെന്നൊരു ബോധ്യം വേണം. അത് നമ്മുടെ സംസ്കാരമാക്കണം. അതെ, ഇപ്പൊ പലരും പറയാറുണ്ട് നമ്മളിപ്പോ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ കുട്ടികള്
ഫോണോ ടിവിയോ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആരും വന്നത് ഗവനിക്കാറ് പോലും ഇല്ല അത് അങ്ങനെ ഒരു ജനറേഷൻ ഒരു വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുള്ള ഒരു അതെ അത് പിന്നെ പിന്നെ കൊച്ചുകുട്ടികളും അറിവില്ലായ്മ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു മിനിമം ഒരു 15 വയസ്സൊക്കെ കഴിഞ്ഞാൽ അത് ആ കാര്യത്തിൽ ഒരു ബോധ്യം വേണം. അങ്ങനെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ. അപ്പൊ ഈ തിരക്ക് ഇനിയിപ്പം ഈ പറഞ്ഞതുപോലെ കുറെ അധികം സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതൊക്കെ ഗംഭീര വിജയങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു. 15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 1.5 മണിക്കൂർ എടുക്കും. 1.5 മണിക്കൂർ നമ്മൾ 10 മിനിറ്റ് സംസാരിച്ചോളൂ അല്ലേ? അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നന്നായിരിക്കട്ടെ. ഓക്കെ.